പേരാമ്പ്ര മധുരമുള്ള വിജയമാണ്, ചരിത്ര വിജയമാണ്. ഫാത്തിമ തഹ്ലിയ ചർച്ച ചെയ്ത കുറെ വിഷയങ്ങളുണ്ടായിരുന്നു, വർഗീയത, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. പക്ഷേ ഒന്നും ഏറ്റില്ല ജനങ്ങൾ, അതെല്ലാം തള്ളിക്കളഞ്ഞു. ലീഗിന്റെ ആദ്യ വനിതാ MLA ആണ്, അതൊരു ഭാഗ്യമാണ് എന്നും ഫാത്തിമ തഹ്ലിയ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പേരാമ്പ്രയിൽ നിന്ന് ഫാത്തിമ തഹ്ലിയ വിജയിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ആദ്യ വനിതാ MLA എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്. അതും LDF കൺവീനറെ അട്ടിമറിച്ചുകൊണ്ടുള്ളൊരു വിജയമാണ്. പ്രതീക്ഷിച്ച ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടോ അതോ അത്രയിലേക്ക് വന്നിട്ടുണ്ടോ? അല്ല, അതിനേക്കാളും ഒക്കെ മധുരമുള്ള വിജയമാണ് ഇത് എന്നുള്ളതാ. നിങ്ങൾ നമ്പർ ഒന്നും എടുക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, പേരാമ്പ്രയിൽ സെക്യുലറിസം വിജയിക്കും എന്നുള്ളത്. ഇവിടെ നിങ്ങൾ എത്രമാത്രം വർഗീയത പറഞ്ഞാലും അത് ഈ ജനങ്ങൾ തള്ളിക്കളയും. ഇനി നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ, അതിനനുസരിച്ച് ഭൂരിപക്ഷം കൂടും. ലീഗിന്റെ വനിതാ MLA എന്ന പ്രത്യേകതയുണ്ടല്ലോ, വളരെ വലിയ പ്രത്യേകത. അതെ അതെ, അത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടയാണ്. എൻ്റെ നേതൃത്വത്തിനോട് പ്രത്യേകിച്ച് അതിൽ എനിക്ക് കടപ്പാടുണ്ട്. പേരാമ്പ്രയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓരോ ആളുകളോടും നേരിട്ട് പോയി വോട്ട് ചോദിച്ചതാണ്. എങ്ങനെയാണോ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുക, അതേപടിയാണ് പേരാമ്പ്രയിൽ ഞാൻ വോട്ട് ചോദിച്ചത്. ഞാൻ മാത്രമല്ലതാ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാർ മൊത്തം ഉറക്കമൊഴിഞ്ഞു ഓരോ വീടുകളിലും ഓരോ വോട്ടർമാരെയും കാണാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം വന്നവരാ. അപ്പൊ ഇവരുടെയൊക്കെ കഠിനാധ്വാനം കൂടിയാണ് ഈ വിജയം. ഫാത്തിമ സ്ഥാനാർത്ഥിയായ ആദ്യഘട്ടത്തിൽ വന്നൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനി എന്നാണ്. പിന്നെ വന്നതാണ് വർഗീയത പറഞ്ഞ് വോട്ട് തേടുന്നു. കൗമലെ കുട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനൊക്കെയുള്ള മറുപടി കൂടിയാണ്. അതെ, എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾക്കുമുള്ള മറുപടിയാണിത്. അപ്പൊ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ അവർ തെളിയിക്കട്ടെ. അവരാണല്ലോ തെളിയിക്കേണ്ടത്. ആരോപണം ഉന്നയിച്ച ആളുകൾക്ക് ഇത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അവര് തെളിയിക്കട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ മറുപടി പറയും. ആ ജനങ്ങളുടെ മറുപടിയാണ് ഈ വിജയത്തിലൂടെ അവർ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഫാത്തിമ തഹ്ലിയ 7000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് നിയമസഭയിലേക്ക് പോവുകയാണ്. ക്യാമറമാൻ വേണുവിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.